ഹായ് വെൽക്കം ബാക്ക് അഗെയിൻ. കഴിഞ്ഞ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരിക്കുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ഇന്നും നെഞ്ചാക്കിൻ്റെ ഒരു സ്കില്ലാണ്, നെഞ്ചാക്കിൻ്റെ അഡ്വാൻസ്ഡ് സ്കില്ലായ റിസ്റ്റ് റോളാണ്. നിങ്ങൾക്ക് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. നിങ്ങൾ അതിന് വേണ്ടത് സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണണം. കാരണം ചെറിയ ടെക്നിക്കുകളൊക്കെ മിസ്സായി കഴിഞ്ഞാൽ ഈ ഒരു സ്കില്ല് പൂർണ്ണമായ രീതിയിൽ നിങ്ങൾക്ക് ക്യാച്ച് ചെയ്യാൻ പ്രയാസമുണ്ടാകും. അതില്ലാതിരിക്കാൻ വേണ്ടി സ്കിപ്പ് ചെയ്യാതെ വേണം കാണാൻ. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് സ്റ്റിക്ക് ക്യാച്ച് ചെയ്യേണ്ട രീതിയാണ്. കഴിഞ്ഞ വീഡിയോയിൽ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുമ്പോൾ പറഞ്ഞ അതേ രീതിയിൽ ക്യാച്ച് ചെയ്യുക. ഓവർ മസിൽ പിടിച്ചുകൊണ്ട് ക്യാച്ച് ചെയ്യരുത്. അതുപോലെ തന്നെ ഈ ഒരു സ്കില്ല് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ ഒരു വയറിൻ്റെ ഒക്കെ ഈ നെഞ്ഞിൻ്റെ ഒക്കെ ഈ ഒരു ഗ്യാപ്പ് ഈ ഒരു ലെവലിൽ സ്റ്റിക്ക് വെക്കുക ഫസ്റ്റ്. എന്നിട്ട് വേണ്ടത് എൽബോ ജോയിന്റ് ലൈറ്റായിട്ട് ബെൻഡ് ചെയ്യുക. ലൈറ്റായിട്ട് ബെൻഡ് ചെയ്യുക. സ്ട്രൈറ്റ് വെക്കരുത്, ശരീരത്തിലേക്ക് കൂടുതൽ ചേർത്ത് ബെൻഡ് ചെയ്തും വെക്കരുത്. ഒരു ലൈറ്റായിട്ട് ബെൻഡ് ചെയ്ത് വെക്കുക. ഈ ഒരു രീതിയിൽ ക്യാച്ച് ചെയ്തതിനു ശേഷം നമ്മൾ ഫസ്റ്റ് ബേസിക് വീഡിയോയിൽ പറഞ്ഞിരുന്നു നമ്മൾ ഈ ഒരു ക്യാച്ച് ഇവിടെ ആ ഒരു ക്യാച്ച് അല്ല ചെയ്യേണ്ടത്. നമ്മൾ ആ ഒരു ഡയറക്ഷനിലേക്കല്ല ഇത് ചെയ്യുന്നത്. ഇവിടെ വെച്ചിട്ട് അതിൻ്റെ അതേ മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു ഭാഗത്തേക്കാണ് ക്യാച്ച് വരേണ്ടത്. ഫസ്റ്റ് ക്യാച്ച് എന്നുള്ളത് ഇങ്ങനെ ഇങ്ങോട്ട് എടുക്കുക എന്നുള്ളത് 4 സ്റ്റെപ്പോട് കൂടിയാണ് ഈ റിസ്റ്റ് റോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് ക്യാച്ച് ചെയ്യാൻ കഴിയുക. അതിന് നിങ്ങൾ വേണ്ടത് ഇവിടെ വെച്ചിട്ട് നേരെ ഇങ്ങോട്ട് കൊണ്ടുവരിക. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ആ സമയത്ത് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ചെയിന് വരേണ്ടത് ഈ ഒരു രീതിയിലാണ്. ഈ ഒരു ബോൺ കണ്ടില്ല, ഈ ബോണിൻ്റെ ഈ ഒരു ഭാഗത്തേക്ക് വെച്ചിട്ട് വേണം ചെയിന് വെക്കാൻ. അതുപോലെ ഇങ്ങോട്ട് ചേർത്ത് ഈ ബോണിൻ്റെ ഈ ഭാഗത്ത് വരരുത്, ഇങ്ങനെ ഇങ്ങോട്ട് ചേർത്ത് വെക്കരുത്, ചെരിഞ്ഞിങ്ങനെ വരരുത്. അതിനുശേഷം അത് റിലീസ് ചെയ്യുക. അഗൈൻ സാവധാനം എടുത്തിട്ട് കൊണ്ടുവരിക, എന്നിട്ട് ഇങ്ങോട്ട് എത്തിക്കുക. ഓക്കെ, ഇത് സാവധാനം കളിച്ചൊരു 10-20 പ്രാവശ്യം കളിച്ചതിന് ശേഷം രണ്ടാമത്തെ നമ്പർ എന്നുള്ളത് ഈ ഹോൾഡ് ചെയ്ത് വെച്ച സ്റ്റിക്ക് റിലീസ് ചെയ്യുക. അതും ഒരുമിച്ച് പ്രാക്ടീസ് ചെയ്യുക. 1 2 ദെൻ തേർഡ് നമ്പർ എന്നുള്ളത് ഈ തമ്പിൻ്റെയും ഇൻഡെക്സ് ഫിംഗറിൻ്റെയും ഗ്യാപ്പിലേക്ക് മറ്റേ സ്റ്റിക്ക് വെച്ചുകൊണ്ടാണ് ക്യാച്ച് ചെയ്യുക. ഇതാണ് തേർഡ് നമ്പർ. 1 2 3 ദെൻ ഫോർത്ത് നമ്പർ എന്നുള്ളത് നേരത്തെ ഇതിൻ്റെ റിവേഴ്സ് ആയിട്ട് ഇവിടെ ഇങ്ങനെ നിൽക്കുകയാണ് ഈ സ്റ്റിക്ക്. നേരെ ഇങ്ങോട്ട് എടുക്കുക. അപ്പോൾ നമ്മൾ എങ്ങനെയാണോ ക്യാച്ച് ചെയ്തത് അതേ ഭാഗത്തേക്ക് സ്റ്റിക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ കൈ മലർന്നിട്ടാണുള്ളത്. നേരത്തെ കമിഴ്ത്തിയാണ് വെച്ചിരുന്നത്, ഇങ്ങനെ കമിഴ്ത്തി വെച്ചായിരുന്നു ക്യാച്ച് ചെയ്തത്. 1 2 3 4 അപ്പോൾ കൈ മലർന്നാണ് നിൽക്കുന്നത്. ഇതാണ് ഫസ്റ്റ് ക്യാച്ച്. ചില ആളുകൾക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യം വരില്ല. റിസ്റ്റ് റോൾ പഠിക്കാൻ വേണ്ടി ഈ ഒരു റിസ്റ്റ് റോളാണ് നിങ്ങളിപ്പോൾ പഠിക്കുന്നത്. അതിന് വേണ്ടത് ഫസ്റ്റ് 1 and 2 ഈ ഒരു കാര്യമാണ്. ഇത് പഠിക്കാൻ വേണ്ടി ചില ആളുകൾക്ക് ഒറ്റ പ്രാവശ്യം കണ്ടാൽ തന്നെ ഈ ഒരു കാര്യം ക്യാച്ച് ചെയ്യാൻ കഴിയും. അതില്ലാത്ത ആളുകളോടാണ് പറയുന്നത് നിങ്ങൾ ചെയ്യേണ്ടത് 1 2 3 4. അപ്പോൾ നിങ്ങൾ ഇവിടെ എത്തി. അങ്ങനെ ഇത് സാവധാനം കളിച്ചിട്ട് അത് അവസാനം ഈ ഒരു രീതിയിൽ എത്തിക്കാൻ കഴിയണം. ഇങ്ങനെ ഇങ്ങോട്ട് എത്തണം. എന്നിട്ട് അതിൻ്റെ റിവേഴ്സ്, ആ റിവേഴ്സ് തിരിച്ചിങ്ങോട്ടും എടുക്കുക. അത് പ്രയാസമുള്ള ആളുകൾ ഇത് ചെയ്തതിന് ശേഷം നേരത്തെ ചെയ്ത അതേ രീതിയിൽ 4 നമ്പറായിട്ട് 1 കൈ ചെരിച്ചു വെച്ചു, ഇങ്ങനെ ഇങ്ങോട്ട് വെക്കരുത്. 2 3 4 ഈ ചെരിച്ച് വെക്കുക എന്ന് പറയാൻ കാരണം എന്താ വെച്ചാൽ ചില ആളുകൾ എന്ത് ചെയ്യും 1 ഓക്കെ 2 ഓക്കെ 3 ഓക്കെ ദെൻ ഫോർത്ത് നമ്പർ ഇങ്ങോട്ട് എടുക്കും. അതില്ലാതിരിക്കാൻ വേണ്ടി കൂടിയാണ് അത് പറയുന്നത്. 1 2 3 4 ഇങ്ങനെ തന്നെ എടുത്ത് വേണം ചെയ്യാൻ. ദെൻ റിവേഴ്സ് 1 2 3 4. അങ്ങനെ അത് റെഡി ആയി കഴിഞ്ഞാൽ 1 2 തിരിച്ചും ചെയ്യുക. ഇത് രണ്ടും സ്പീഡപ്പ് ആക്കി പ്രാക്ടീസ് ചെയ്യുക. പക്ഷേ നമ്മൾ നേരത്തെ ചെയ്ത റിസ്റ്റ് റോളിൻ്റെ ആ ഒരു ഫ്ലോയിലേക്ക് അത് എത്തുകയില്ല. അത് എത്താൻ നിങ്ങൾ വേണ്ടത് ഇത് ഇവിടെ ക്യാച്ച് ചെയ്തു, ഫസ്റ്റ് ഇവിടെ ചെയ്തു, എന്നിട്ട് ഈ ചെയ്ത് കൊണ്ട് കൊണ്ടുവരുന്ന സമയത്ത് സ്റ്റിക്ക് കൊണ്ട് 4ാമത്തെ നമ്പർ സ്റ്റിക്ക് കൊണ്ട് അപ്പ് ചെയ്ത് വരുന്നുണ്ട്. ഈ അപ്പ് ചെയ്ത് വരുന്ന സ്റ്റിക്ക് നേരെ ഒരു ട്വിസ്റ്റ് ഇവിടെ നേരെ ഇങ്ങോട്ട് എടുക്കുക. ഇത് മാത്രം ചെയ്താൽ മതി. 1 2 3 4 നേരെ ഇങ്ങോട്ട് എടുക്കുക. ഒരുമിച്ച് കളിക്കുമ്പോൾ ഇങ്ങോട്ട് വന്നിട്ട് ഇങ്ങോട്ട് എടുക്കുക. എന്നിട്ട് ഇവിടെ നിന്നാണ് റിവേഴ്സ് ചെയ്യുന്നത്. നേരത്തെ നമ്മൾ റിവേഴ്സ് ചെയ്ത് ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് ചെയ്തത്. എന്നാൽ ഇതിങ്ങോട്ട് തിരിച്ചെടുത്തിട്ട് ഇവിടെ നിന്നാണ് 1 2 3 4 റിവേഴ്സ് ചെയ്യുന്നത്. ഇങ്ങോട്ടെടുത്തു, ഇവിടെ നിന്ന് റിവേഴ്സ് ചെയ്തു. റിവേഴ്സ് ചെയ്തിട്ട് സ്റ്റിക്ക് ബാക്കോട്ടല്ല പോകേണ്ടത്, സ്റ്റിക്ക് നേരെ മുന്നോട്ട് ഇങ്ങോട്ടാണ് വരേണ്ടത്. ഇങ്ങോട്ട് വരണം.
ഇങ്ങോട്ട് വന്നിട്ട് അഗൈൻ അടുത്ത നമ്പറിലേക്ക് പോകും. ഇങ്ങോട്ട് വരുന്ന സമയത്ത് തന്നെ അടുത്ത നമ്പറിലേക്ക് പോകാൻ കഴിയണം, അടുത്ത റിസ്റ്റ് റോളിലേക്ക് പോകാൻ കഴിയണം. 1 ഒരു പ്രാവശ്യം പാടെ കാണിക്കാം. 1 2 3 4 വന്നിട്ട് നേരെ ഇങ്ങോട്ടാണ് എടുത്തത്. 1 2 3 4 ഇങ്ങോട്ട് തിരിച്ച് ഇങ്ങോട്ടും എടുത്തു. അഗൈൻ 1 2 3 4 വന്നു, ഇവിടേക്കാണ് വരുന്നത്. ഇവിടുന്ന് 1 2 3 4 എന്നിട്ട് അത് ഒരുമിച്ച് പ്രാക്ടീസ് ചെയ്യുക. ആ ഒരു സമയത്ത് നിങ്ങൾ ഈ ഒരു ലെവലിലേക്ക് എത്തും. മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ സാവധാനം വേണം പ്രാക്ടീസ് ചെയ്യാൻ. സ്പീഡപ്പാക്കി പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു രീതിയിലേക്ക് നിങ്ങൾക്ക് എത്താൻ വലിയ പ്രയാസമായിരിക്കും ഉണ്ടാകുക. അതില്ലാതിരിക്കാൻ വേണ്ടി സാവധാനം കളിച്ചിട്ട് പിന്നെ അത് സ്പീഡപ്പാക്കി കൊണ്ടുവരിക. അതുപോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് കൈയിൻ്റെ ഫോർആംസിൻ്റെ മസിൽസ് ടൈറ്റ് ആകും. അതില്ലാതിരിക്കാൻ വേണ്ടി റിലാക്സ് എടുത്ത് വേണം കളിക്കാൻ. ആ ടൈറ്റ് വരുന്നു എന്ന് തോന്നുകയാണെങ്കിൽ ഉടനെ റെസ്റ്റ് എടുക്കുക. എന്നിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം വീണ്ടും പ്രാക്ടീസ് ചെയ്യുക. അങ്ങനെ വേണം ഇത് കൊണ്ടുവരാൻ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരിക്കുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരെ തൽക്കാലം ഗുഡ് ബൈ.